ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം തട്ടിയ കേസിൽ അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിൽ. ബാലഭാസ്കർ അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചത് അർജുനായിരുന്നു. സ്വർണ്ണക്കടത്തിൽ അർജുന് പങ്കുണ്ടെന്ന പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജു 24-നോട് പറഞ്ഞു. ഇന്ന് ഇവിടുത്തെ ഈ സംഭവത്തിന് ശേഷം 9 പ്രതികൾ രക്ഷപ്പെട്ട് വഴിയിൽ വെച്ചിട്ട് അതിൽ ഈ 2 ബാഗുകളിലായിട്ടായിരുന്നു സ്വർണം. ആ ബാഗുകളും 2 ബാഗുകളുമായിട്ട് 4 ആൾ ആ കാറിൽ നിന്ന് ഇവിടെ നിന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു കാറിൽ കയറി പോവുകയാണ്. ആ കാറ് നേരത്തെ അവർ തീരുമാനിച്ചുറച്ചതുപോലെ ചെർപ്പളശ്ശേരിക്ക് അടുത്ത് കാത്തു കിടക്കുന്നിരുന്നു. ആ കാറ് കൊണ്ടുവന്നിരുന്നത് ഈ അർജുനായിരുന്നു ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അർജുനാണ് ഇവരെ ഈ 4 ആളെയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ ഗൂഢാലോചനയിലുണ്ടായിരുന്നു. നേരത്തെ തമ്മിൽ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ചെർപ്പളശ്ശേരിയിൽ വന്ന് കിടന്നിരുന്നത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഇതിൽ ഉൾപ്പെട്ടവർ നേരത്തെ തന്നെ ഓപ്പറേഷൻ എങ്ങനെ വേണമെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഇവർ നേരത്തെ ട്രയൽ നടത്തിയിരുന്നു. ആരൊക്കെ എന്താ ഓരോരുത്തരും റോള് നേരത്തെ തന്നെ അവർ ഡിസൈഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ്റെ റോൾ ഇതായിരുന്നു. അർജുൻ ഇവർ വരുമ്പോൾ കാറായിട്ട് അവിടെ കാത്തു കിടക്കണം എന്നായിരുന്നു അർജുനുണ്ടായിരുന്ന ഈ റോൾ ഈ ഓപ്പറേഷനിൽ. ഇതിൽ പ്രതികൾ ഈ സതീഷ്, മിഥുൻ, അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ, ഇവരൊക്കെ ആയിട്ട് നേരത്തെ പരിചയമുള്ളതാണ്. അവർ സുഹൃത്തുക്കളാണ്. അവർ നേരത്തെ കൂട്ടുപ്രതികളാണ്. പല കേസുകളിലും ഇതുപോലെ 1-2 കേസുകളിൽ പ്രതികളാണ്. അതിൽ അർജുനും പ്രതിയായിരുന്നു. അങ്ങനെയുള്ള ബന്ധമാണോ? ആ കേസുകളിൽ അർജുൻ അങ്ങനെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഈ സതീഷും സലീഷും ഒക്കെ ഒരുമിച്ച് റോബറി കേസുകളിൽ നേരത്തെ പ്രതിയാണ്. വിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്ന് വിവരങ്ങൾ നൽകും. വിപിൻ, ഇത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണല്ലോ ഡിവൈഎസ്പി ടി.കെ. ഷൈജു ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ അർജുൻ്റെ റോള് ഇവരെ സ്ഥലത്തെത്തിച്ചു എന്നത് മാത്രമല്ല, ഇതിലെ കോൺസ്പിറസിയിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണല്ലോ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നത്. ഏത് വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? ഇതിൽ എന്തൊക്കെ വിവരങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്? മുഴുവൻ പ്രതികളെയും ഇതിനോടകം പിടികൂടിയിട്ടുണ്ടോ ഈ കേസിൽ? വിജയകുമാർ, 18 പ്രതികളാണ് ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ലിസ്റ്റിലുള്ളത്. അതിൽ 13 പേർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട്. ഈ 13 പേർ പിടിയിലായതിലാണ് ഇപ്പോൾ പ്രശസ്ത വയലിനിസ്റ്റ് ആയിട്ടുള്ള ബാലഭാസ്കറിന്റെ അന്ന് ഡ്രൈവർ ആയിരുന്ന അർജുനും പിടിയിലായിരിക്കുന്നത്. ഈ 2018 സെപ്റ്റംബർ 25-ന് ബാലഭാസ്കർ മരിക്കുമ്പോൾ, ആ ഒരു അപകടത്തിൽ മരിക്കുമ്പോൾ അന്ന് വാഹനം ഓടിച്ചിരുന്നത് അർജുനായിരുന്നു. ഇപ്പോൾ അതിനുശേഷം പല കേസുകളിലും അർജുൻ ഉണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതികളെ പരിചയപ്പെട്ടിരിക്കുന്നത് ആ രീതിയിലാണ്. ജയിലിൽ വെച്ചിട്ടൊക്കെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘം പിന്നീട് ഒരു ഗൂഢാലോചന നടത്തുകയായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നും ഈ സ്വർണം കവരണം എന്നുള്ള ഒരു ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഇതിലാണ് അർജുനും പങ്കെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് തട്ടിയെടുക്കുന്ന ആ സ്വർണം 2 ഭാഗങ്ങളായി, ആദ്യത്തെ ഭാഗം ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക് 4 പേർ ഒരു ബാഗിലായി കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ചെർപ്പളശ്ശേരിയിൽ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ ഒരു വാഹനം കടക്കുന്നു. ആ വാഹനം ഓടിച്ചിരുന്നത് അർജുനാണ്. അപ്പോൾ കൃത്യമായ ഒരു പദ്ധതി ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിരുന്നു അർജുൻ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആദ്യം 4 പേരെയാണ് തൃശ്ശൂരിൽ നിന്ന് പിടികൂടിയിരുന്നത്. ഈ 4 പേരെ പിടികൂടി ചോദ്യം ചെയ്തതിൽ നിന്നാണ് അർജുൻ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നതും ആ ഒരു ടീമിനെ പിടിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിടികൂടിയ അർജുനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് റിമാൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും. ഒപ്പം തന്നെ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വല്ല ബന്ധവുമുണ്ടോ എന്ന ചോദ്യത്തിന് അതുമായി ബന്ധപ്പെട്ട് ഇതിന് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ചില ഇതുപോലുള്ള ഒരു ക്രിമിനൽ സംഘവുമായിട്ടുള്ള ബന്ധം അർജുൻ വെച്ചു പുലർത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ ഗൂഢാലോചനയും സ്വർണ്ണ കവർച്ച നടക്കുകയും ചെയ്തിരിക്കുന്നത്. വിപിൻ, ഇതിൽ ഈ അർജുന്റെ പങ്ക് എന്നത് സംബന്ധിച്ച് നേരത്തെ ഈ സംഘം, അതായത് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ അത്തരം തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘത്തിന്റെ ഭാഗമാണ് അർജുൻ എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ നേരത്തെയും സമാനമായ ഇടപാടുകളൊക്കെ നടത്തിയിട്ടുണ്ടാകണം. ആ വഴിക്കും കൂടി അന്വേഷണം നീങ്ങുമായിരിക്കും. ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ അന്വേഷണങ്ങൾ തമ്മിൽ, ഈ സംഭവങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതുകൂടി ഇനിയിപ്പോൾ പോലീസ് പരിശോധിക്കുമോ എന്നറിയില്ല. അതിന്റെ സാധ്യത ഡിവൈഎസ്പി പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ് അല്ലേ?
അതെ, ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇപ്പോഴത്തെ ഈ ഒരു അന്വേഷണത്തിനില്ല, ഇപ്പോഴത്തെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡിവൈഎസ്പി വ്യക്തമാക്കുന്നത്. എങ്കിൽ പോലും ഇതിനു മുൻപ്, അതായത് ഇപ്പോൾ ബാലഭാസ്കറിന്റെ ഒരു മരണത്തിന് ശേഷം പല കേസുകളിലും അർജുൻ ഇതുപോലെ റോബറി കേസുകളിലൊക്കെ പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് തന്നെ പറയുന്നുണ്ട്. ഒപ്പം അന്ന് ജയിലിലൊക്കെ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ള കുറെ ആളുകളുണ്ട്, അവരെയൊക്കെ ഈ ഒരു സ്വർണ്ണക്കടത്തുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനു മുൻപും ഒരു ടീമായി ഇവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ 4 പേരാണ് ആദ്യം അറസ്റ്റിലാവുന്നത്. അവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നീട് ഒരു 5 പേരുണ്ട് എന്നുള്ളത് അറിയുന്നു. അതാണ് ഇപ്പോൾ 18 പേർ അടങ്ങുന്ന ഒരു വലിയ ഗൂഢാലോചന ഈ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ 18 പേരിൽ ഇപ്പോൾ 13 പേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ആ സ്വർണം തൊണ്ടി മുതലും ഏറെക്കുറെ റിക്കവർ ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ബാലഭാസ്കറിന്റെ അന്നത്തെ ഡ്രൈവറായിരുന്ന അർജുനും പിടിയിലാവുന്നത്. അപ്പോൾ ഇത് എത്ര കാലമായി ഈ ഒരു കൂട്ടായിട്ട് ഇവരെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലുള്ള കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും സ്വാഭാവികമായിട്ടുള്ള അന്വേഷണത്തിൽ വരും. പക്ഷെ അന്നത്തെ ആ ഒരു ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വിജയകുമാർ. യെസ്, ബാലഭാസ്കർ അപകടത്തിൽപ്പെടുമ്പോൾ കാർ ഓടിച്ചത് ഈ അർജുനായിരുന്നു. സ്വർണ്ണക്കടത്തിൽ അർജുന് പങ്കുണ്ട് എന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി.കെ. ഷൈജു തന്നെ ഇപ്പോൾ പറയുകയാണ്. ഈ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബം വലിയ ആരോപണങ്ങൾ, വലിയ പരാതികളൊക്കെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ സംഭവവുമായി ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഇപ്പോഴത്തെ അറസ്റ്റിനില്ലെന്ന് പോലീസ് തീർത്തു പറയുന്നുണ്ട്. ആ വഴിക്ക് അന്വേഷണം നീങ്ങുമോ എന്ന് നമുക്കറിയില്ല. തൽക്കാലം അതിലേക്ക് അന്വേഷണമില്ല എന്നാണ് ഡിവൈഎസ്പി തന്നെ വിശദീകരിക്കുന്നത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്തു നിന്ന്. നമ്മൾ ഇന്നത്തെ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകുന്നു. ആശുപത്രികൾക്ക് എന്തു പറ്റി? ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയില്ല എന്ന പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. ഗർഭകാലത്ത് നടത്തിയ സ്കാനിങ്ങുകളിൽ കുട്ടിയുടെ വൈകല്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന പരാതിയിലാണ് നടപടി. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. ആലപ്പുഴ കടപ്പുറത്തെ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്കെതിരെയും നഗരത്തിലെ മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് ഗുരുതര ആരോപണം. നവംബർ 8-നാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ സുറുമി പ്രസവിക്കുന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തായിരുന്നില്ല, വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. കുഞ്ഞിന് കണ്ണു തുറക്കത്തില്ല, മുലപ്പാല് വാണ്ട് കുടിക്കാൻ പറ്റത്തില്ല, ട്യൂബ് ഇട്ടിട്ട് അതിൽ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് വൈകല്യം അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രസവത്തിന്റെ അന്നാണ് ഡോക്ടർ ഇക്കാര്യത്തെക്കുറിച്ച് അനീഷിനോട് പറയുന്നത്. ഇങ്ങനെ സ്കാനിംഗ് സെന്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അത് മെൻഷൻ ചെയ്യാഞ്ഞിട്ടോ അതോ ചെയ്തിട്ടും WNCയിലെ ഡോക്ടർ ഷേർലി മാഡം ഇത് നമ്മളോട് പറയാതിരുന്നതാണോ എന്നും നമുക്കറിയത്തില്ല. ആലപ്പുഴ സൗത്ത് പോലീസ് നൽകിയ പരാതിയിൽ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കെതിരെയും ലാബിലെ 2 ഡോക്ടേഴ്സിനെതിരെയും കേസെടുത്തു. റേഡിയോളജിസ്റ്റിനുണ്ടായ പിഴവിന് തങ്ങളെ പഴിക്കുന്നുവെന്ന് കേസിലെ 1-ാം പ്രതി ഡോക്ടർ പുഷ്പ 24നോട്. അനോമലി കണ്ടുപിടിക്കുന്നത് 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ്. അത് ഗൈനക്കോളജിസ്റ്റ് അല്ല, റേഡിയോളജിസ്റ്റ് ആണ് അനോമലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ആകെ 7 സ്കാനിങ്ങുകളാണ് നടത്തിയത്. ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള മിഡാസിലും ശങ്കേഴ്സിലുമായിരുന്നു പരിശോധന. 2 ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടറുടെ സാന്നിധ്യമില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതേസമയം 7-ാം മാസത്തിൽ നടത്തിയ സ്കാനിങ്ങിൽ പോലും കുട്ടിയുടെ വൈകല്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ശങ്കേഴ്സ് ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിൻ പറഞ്ഞു. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനാണ് അന്വേഷണ ചുമതല. ഫൈനൽ ഒപ്പീനിയൻ അവരാണ് വരേണ്ടത്. ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് അത് ചെയ്യേണ്ടത്. ആ ഒപ്പീനിയൻ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ ഫൈൻഡിങ്സിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ DMO ജമുന വർഗീസിനോട് റിപ്പോർട്ട് തേടി. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ട് സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് DMO കൈമാറും. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്കെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം. മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് ബലം പ്രയോഗിച്ച് നീക്കി. ആശുപത്രിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും SDPI പ്രവർത്തകരും പ്രതിഷേധിച്ചു. സംഭവം ഞെട്ടിപ്പിക്കുന്നതാണെന്നും തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് എന്ന് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ ആരോപണം. ചികിത്സാ പിഴവിനെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായാണ് പേരാമ്പ്ര മൂയിപ്പോത്ത് താഴെ സ്വദേശിയായ അനുശ്രീയുടെ പരാതി. മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സൂരജിനെതിരെയാണ് അനുശ്രീയുടെ ആരോപണം. 9ാം മാസത്തിലെ സ്കാനിങ്ങിലാണ് ഗർഭസ്ഥ ശിശുവിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത്. എന്നാൽ ഇക്കാര്യം ഡോക്ടർ ഗൗരവത്തിലെടുത്തില്ലെന്നാണ് പരാതി. പ്രസവവേദനയെ തുടർന്ന് കരഞ്ഞപ്പോൾ ഡോക്ടറും ജീവനക്കാരും മോശമായി പെരുമാറിയെന്നും അനുശ്രീയുടെ കുടുംബം ആരോപിക്കുന്നു. കുട്ടിക്ക് ജനിക്കുമ്പോൾ ഓക്സിജൻ കിട്ടാത്തതാണ് ഈ ഒരു പ്രശ്നം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഒരു സമയത്ത് കുട്ടിയുടെ കഴുത്തിൽ 2 കാലയിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് മെയിനായിട്ട് ഇത് ചികിത്സാ പിഴവാണെന്ന് പറയാൻ കാരണം ഇവക്ക് ഓൾറെഡി 9ാം മാസത്തെ സ്കാനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കലയിൽ കുരുങ്ങിയതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രസവശേഷം അനുശ്രീക്കും കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പ്രസവിച്ച് 10 മാസങ്ങൾക്കിപ്പുറവും കുഞ്ഞിന് കമിഴ്ന്നു കിടക്കാൻ പോലും കഴിയുന്നില്ല. 1 വർഷത്തിനിടെ 5 ശസ്ത്രക്രിയകൾക്കാണ് താൻ വിധേയമായതെന്നും അനുശ്രീ. കഴിഞ്ഞ വർഷം പ്രഗ്നൻ്റ് ആയത് മുതൽ തന്നെ സൂരജ് ഡോക്ടറെ വീട്ടിലാണ് കാണിച്ചത്. അപ്പം എനിക്ക് യാതൊരുവിധ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രസവ സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ തല ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞ് നീല നിറത്തിലും ഇതൊക്കെ പിന്നീടാണ് അറിഞ്ഞിട്ടോ, അന്നേരം ഒന്നും അറിയൂല. പിന്നെ എനിക്ക് അറിയില്ല എൻ്റെ കുഞ്ഞിനിങ്ങനെ പ്രശ്നം. ഞാൻ കുഞ്ഞിനെ എടുത്തു എന്ന് ചോദിച്ചാൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ട്. ആരോടും പറയാൻ പറ്റൂല. ആ വാർഡിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടോ ഞാനും ഭവിച്ച കഷ്ടപ്പാടൊക്കെ. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും അനുശ്രീ പരാതി നൽകി. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. 24 കോഴിക്കോട്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ മരിച്ച +2 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്നാണ് കത്തിൽ പരാമർശം. കത്തിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല. പെൺകുട്ടി ഗർഭിണിയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. കേസിൽ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്? തീയതി വെച്ചിട്ടില്ല എന്നത് മറ്റെന്തെങ്കിലും സംശയത്തിനിട നൽകുന്നുണ്ടോ? പ്രശ്നം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ആത്മഹത്യാ കുറിപ്പാണോ എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് ഇതുവരെ ഒരു സ്ഥിരീകരണം നടത്തുന്നില്ല. പ്രധാനമായും ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള മാനസികാവസ്ഥ കൊണ്ട് എഴുതിയ കത്തായിരിക്കാമെന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഈ കത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും കുട്ടിയെ ഒരു ടീച്ചറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല, എന്നോട് ക്ഷമിക്കണമെന്ന രീതിയിലാണ് ഈ കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ കത്തിന്റെ ആധികാരികതയെക്കുറിച്ചും കയ്യക്ഷമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പോലീസ് ഇനിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ സഹപാഠിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. DNA പരിശോധന അടക്കം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അണുബാധയാണ് മരണകാരണമെന്ന പ്രാഥമികമായ വിവരം പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരത്തിൽ ലഭ്യമായിരുന്നു. എന്തായാലും കൂടുതൽ ഈ സഹപാഠിയെ ചോദ്യം ചെയ്തതിനു ശേഷം DNA പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഈ സഹപാഠിയെ തന്നെയാണോ ഇതിന് പ്രതി എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ കത്ത് ഒരു ആത്മഹത്യാക്കുറിപ്പാണെന്ന് പോലീസ് പറയുന്നില്ല, പക്ഷേ കുട്ടി എഴുതിയ കത്താണെന്ന് ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ജിയോമ. യെസ്, ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ആ കുട്ടി എഴുതിയതാണ് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ പോലീസ് അതിന് തയ്യാറാകും എന്നാണ് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കേസിൽ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് ഇപ്പോൾ വരുന്നത് കോതമംഗലം കുട്ടമ്പുഴയിൽ അവിടെ സ്ത്രീകൾ വനത്തിനുള്ളിലേക്ക് പോയവർ കാട്ടിലകപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. പശുക്കളെ തിരയാൻ വേണ്ടി വനത്തിലേക്ക് പോയ സ്ത്രീകളാണ് അവിടെ വഴിതെറ്റി കാട്ടിലകപ്പെട്ടത് എന്നാണ് എബിൻ ജോസ് റിപ്പോർട്ട് ചെയ്തത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. കോതമംഗലം കുട്ടമ്പുഴയിൽ അട്ടിക്കളത്ത് 3 സ്ത്രീകൾ വനത്തിനുള്ളിൽ അകപ്പെട്ടു. പശുക്കളെ തിരയാൻ വനത്തിനകത്തേക്ക് പോയ സ്ത്രീകളാണ് വഴിതെറ്റി വനത്തിൽ കുടുങ്ങിയത്. എബിൻ ജോസ് വിവരങ്ങൾ നൽകും കോതമംഗലത്ത് നിന്ന്. എബിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അവിടെ തെരച്ചിൽ തുടരുന്നുണ്ടോ? വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? എങ്ങനെ ഇവർ ഈ കാട്ടിലകപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ?
വിജയകുമാർ, വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഈ സ്ത്രീകൾ കാട്ടിനുള്ളിൽ അകപ്പെട്ടത്. അതായത് ഈ പശുക്കളെ ഈ വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഇവർ മേയാൻ വിടുന്നത്. ഈ പശുക്കൾ തിരിച്ചു വരാതായതിനെ തുടർന്ന് ഇതിനെ തേടിയാണ് കാടിനുള്ളിലേക്ക് ഇവർ പോയത്. ആദ്യഘട്ടത്തിൽ ഇവരെ മൊബൈലിൽ ലഭ്യമായിരുന്നു. മൊബൈലിൽ ഇവർ വഴി തെറ്റിയിട്ടുണ്ട്, തങ്ങൾ കാട്ടിലകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നാട്ടുകാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. പിന്നീട് അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സാധാരണയായി അവിടെ റേഞ്ച് കുറവുള്ള മേഖലയാണ്, അതുകൊണ്ട് തന്നെ ഇവരെ ഫോണിൽ ലഭ്യമായില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും എല്ലാം ചേർന്ന് വിപുലമായ തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഇവർ ഉൾക്കാട്ടിലേക്കെല്ലാം കയറി പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുട്ട് വീണതുകൊണ്ട് തന്നെ വഴിതെറ്റി എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമായിരിക്കും ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വ്യാപകമായ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉടൻ തന്നെ അവരെ പുറത്തെത്താൻ സാധിക്കുമെന്നുള്ളതാണ് അഗ്നിരക്ഷാസേന ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ഇവർക്ക് ഈ സ്ഥലമൊക്കെ നന്നായി അറിയാവുന്ന ആളുകളാണ്, പ്രദേശവാസികളാണ്. അതുകൊണ്ട് അത്ര ഉൾക്കാട്ടിലേക്കൊന്നും അവർ പോയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് അവരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയല്ലേ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? പ്രദേശവാസികളായ സ്ത്രീകളാണ്. മായ, ഡാർലി, പാറുകുട്ടി എന്നിങ്ങനെ മൂന്ന് പേരാണ് ഈ കാടിനുള്ളിലേക്ക് പോകുന്നത്. സാധാരണയായി അവർ ഈ വനാതിർത്തിയോട് ചേർന്ന് സ്ഥിരമായി പശുക്കളെ മേയാൻ വിടുന്നതാണ്. ഈ പശുക്കൾ വഴിതെറ്റി കാടിനുള്ളിലേക്ക് പോയി അതുങ്ങളെ തിരഞ്ഞാണ് അവർ പോയത്. ഈ പ്രദേശമെല്ലാം നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. പക്ഷേ സ്വാഭാവികം നമുക്കറിയാം, രാത്രിയായി ഇരുട്ട് വീണ് കഴിഞ്ഞാൽ കാടിനുള്ളിൽ കയറിയാൽ വഴിതെറ്റുന്ന സാഹചര്യം ഏതൊരു പരിചയസമ്പന്നരായ ആളുകൾക്കും ഉണ്ടാവും. ആ രീതിയിൽ ഇവർ അകപ്പെട്ടു പോയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് വനംവകുപ്പ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. പശുക്കളെ തിരയാൻ വനത്തിനകത്തേക്ക് പോയ സ്ത്രീകളാണ് വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയത്. 3 പേരുണ്ട്. അവർ പ്രദേശവാസികളാണ്. അവർക്ക് അത് സ്ഥലമൊക്കെ നന്നായി അറിയാം. അതുകൊണ്ട് അവരെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ തെരച്ചിലിന് രംഗത്തുണ്ട്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് പോകുന്നു. ADM ആയിരുന്ന കെ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് വിവാദത്തിലായ കണ്ണൂരിലെ പെട്രോൾ പമ്പിൻ്റെ അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ലോക്സഭയിൽ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിനായിരുന്നു മറുപടി. കേന്ദ്രത്തിന് നടപടിയെടുക്കാനുള്ള അവകാശമില്ല എന്നാണ് മറുപടിയിലുള്ളതെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു. പാർലമെൻറ്റ് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്നുള്ള നിലയിലാണ് ഇന്ന് അതിനുള്ള ഉത്തരം കിട്ടിയത്. ആ ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര മന്ത്രിസഭയ്ക്കോ അല്ലെങ്കിൽ അതിന് ഇവർക്കാർക്കും തന്നെ അതിന് നടപടിയെടുക്കാനുള്ള അവകാശമില്ല. അത് ഓയിൽ കമ്പനീസാണ് നടപടിയെടുക്കേണ്ടത് എന്നുള്ള മറുപടിയാണ് കിട്ടിയിട്ടുള്ളത്. കണ്ണൂർ ADM ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് CPIM. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ആയുധമെന്നാണ് CPM വാദം. രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന് CPMന് ഭയമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കേന്ദ്ര ഏജൻസികൾക്കെതിരായ രാഷ്ട്രീയ വിമർശനമെന്ന് വ്യാഖ്യാനിക്കുമ്പോഴും നവീൻ ബാബുവിന്റെ മരണത്തിലെ CBI അന്വേഷണ ആവശ്യത്തിൽ CPIM നിലപാട് വ്യക്തം. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്ക. CBI അന്വേഷണത്തിനെതിരായ നിലപാട് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി. കേന്ദ്ര ഏജൻസികൾ പ്രതിയോഗികൾക്കെതിരായ രാഷ്ട്രീയ ഉപകരണമാകുന്നുവെന്നത് എക്കാലത്തെയും പാർട്ടി നിലപാടെന്ന് MV ഗോവിന്ദൻ. എങ്ങോട്ട് വേണമെങ്കിലും നിലപാട് മാറ്റാം. കുടുംബത്തിന്റെ ഹർജിയിൽ തീരുമാനമെടുക്കേണ്ടത് കോടതി. അവരെ ആവശ്യം കോടതിയാണല്ലോ പരിഗണിക്കുന്നത്. ആ കോടതി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിക്കോട്ടെ. പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് ഏതെങ്കിലും ഒരു കേസിൻ്റെ ഭാഗമായിട്ടല്ല. CBI എന്ന് പറയുന്നത്, ED എന്ന് പറയുന്നത്, IT എന്ന് പറയുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കടന്നാക്രമിക്കാൻ കേരളത്തിലും ഇന്ത്യയിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, കൃത്യമായിട്ട് കോടതി തന്നെ, സുപ്രീം കോടതി തന്നെ പറഞ്ഞതുപോലെ കൂട്ടിൽ കിടക്കുന്ന തത്തയാണ്. എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാൻ. ബിനാമി ആരോപണം മുതൽ വ്യാജ കൈക്കൂലി പരാതി ആരോപണത്തിൽ വരെ കേസിൽ ദുരൂഹതകൾ ഇനിയും ബാക്കി. ഒപ്പമെന്ന് ആവർത്തിക്കുമ്പോഴും പോലീസ് അന്വേഷണത്തിലെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അവിശ്വാസത്തിനൊപ്പം പാർട്ടിയില്ല. CBI അന്വേഷണ ആവശ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി റവന്യൂ മന്ത്രി കെ രാജൻ. ADMന്റെ കുടുംബത്തിനോടൊപ്പമാണ് മന്ത്രി മാത്രമല്ല സർക്കാരും. ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ നഷ്ടമുണ്ടായ ആളുകൾ എന്ന നിലയിൽ അവരുടെ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ബാക്കി കോടതിയുടെ സർക്കാരിന്റെ ഞാനല്ല അത് പറയേണ്ടത്. CPIM നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. MV ഗോവിന്ദന് രഹസ്യങ്ങൾ പുറത്താകുമോ എന്ന ഭയം. പ്രശാന്തൻ ആരുടെ ബിനാമിയെന്ന് പുറത്തായാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമെന്നും ആരോപണം. 24 കണ്ണൂർ.
വാർത്താമഴ തുടരുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി. ശ്രുതിയെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. തുടർ നടപടികൾക്കായി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പരിഹാരത്തിനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണം. നടപടിയെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ പ്രതികരണം. ഭൂമിയുടെ നിലവിലെ സ്വഭാവം, സ്ഥിതി, വ്യാപ്തി എന്നിവയാണ് കമ്മീഷൻ പരിശോധിക്കുക. ഭൂമിയുടെ ഉടമസ്ഥതയെക്കുറിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്തി സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ ചെയ്യാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്ന് വിജ്ഞാപനത്തിലുണ്ട്. ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയമിച്ചിരുന്നു. 3 മാസത്തിനകം ജുഡീഷ്യൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഒരാഴ്ചക്കുള്ളിൽ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി P. രാജീവ്. പരമാവധി 3 മാസത്തിനുള്ളിൽ തന്നെ അത് പരിഹരിക്കാനാണ് കമ്മീഷൻ ശ്രമിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ തന്നെ ഇത് തീർപ്പാക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അവന് നിങ്ങളുടെ കൂടി സഹകരണം വേണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സമരസമിതി മാത്രമല്ല, അവിടെ താമസിക്കുന്ന മുഴുവൻ ആളുകളും കമ്മീഷന്റെ പ്രവർത്തനം അതിവേഗത്തിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. സർക്കാർ നടപടിയെ പോസിറ്റീവായി കാണുന്നെന്ന് മുനമ്പം ഭൂസംരക്ഷണ സമിതി. വിജ്ഞാപനത്തിലുള്ള വിഷയങ്ങൾ പരിശോധിക്കുവാൻ കമ്മീഷന് 3 മാസം മതിയാകും. നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ സമരത്തിന്റെ വിജയത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞങ്ങളിത് കാണുകയാണ്. കാരണം ഇനി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിലും ഒരു പോസിറ്റീവ് അപ്രോച്ചാണ്. അതോടുകൂടി നമുക്ക് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലായിരുന്നു പ്രശ്നപരിഹാരത്തിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. ഡോക്ടർ K. ശിവപ്രസാദിന്റെ നിയമനം ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിൽ അടിയന്തര സ്റ്റേ നൽകാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടുണ്ടാകില്ല എന്നായിരുന്നു നിയമമന്ത്രി P. രാജീവിന്റെ പ്രതികരണം. ചാൻസലറായ ഗവർണർ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നുവെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. അല്ല, കോടതി ഇന്നലെ വളരെ കൃത്യമായി തന്നെ നേരത്തെ ഉള്ള ഉത്തരവിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സർക്കാർ നൽകുന്ന പാനൽ അല്ലാതെ നിയമനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കോടതി ഉത്തരവുകളെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർവകലാശാലകളുടെ റെഗുലേഷനും അതിന്റെ കാര്യങ്ങളെല്ലാം സംസ്ഥാന നിയമസഭയുടെ പ്രവർത്തിക്കുന്ന പൂർണ്ണമായിട്ടും സംസ്ഥാന ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കോടതി പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.